തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വചനം സ്വീകരിക്കാനും അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് നൽകപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വേരുപാകാൻ അവിടുന്ന് ഇടവരുത്തണമേ. വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, വചനാനുസൃത ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. വചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഈ 2 തിരുവചന ഭാഗങ്ങൾ ഇന്ന് നാം വിചിന്തനത്തിനായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ടാകട്ടെ. രക്ഷയിലേക്ക് എനിക്ക് വളരണം. എന്താണ് രക്ഷ എന്നൊക്കെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്തൊക്കെയാണ് നാം ഉപേക്ഷിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങൾ എല്ലാ തിന്മയും, ഏതെങ്കിലുമൊക്കെ ചിലതെന്നല്ല, എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. അത് ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്? വെളിപാട് പുസ്തകത്തിലെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 21-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുന്നു: ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇത് 2ാമത്തെ മരണമാണ്. നിത്യജീവൻ നിന്ന് പുറത്തേക്ക് എറിയപ്പെടുന്ന അനുഭവമാണത്. അതിനെ ഓർമ്മിപ്പിക്കുന്നു. 21-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 27-ാമത്തെ തിരുവചനം പറയുന്നു: കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിത്യജീവനിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ചിലരെക്കുറിച്ച് പറഞ്ഞിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടത് രക്ഷയിലേക്കാണ്, നിത്യജീവനിലേക്കാണ്. രക്ഷയിലേക്കെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 55-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു: ക്ഷമയോടെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ക്ഷമയോടെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം ഈ ദൈവാവിഷ്കരണത്തിന് വിരാമം കുറിച്ചില്ല. വാസ്തവത്തിൽ അവരുടെ അധഃപതനത്തിന് ശേഷം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ അവരിൽ ഉണർത്തി. മനുഷ്യവർഗത്തോട് അവിടുന്ന് അവിരാമം താല്പര്യം പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷ ഞാനും നിങ്ങളുമൊക്കെ സ്വന്തമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഈ രക്ഷ നാം സ്വന്തമാക്കാൻ ക്ഷമയോടെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും നിത്യരക്ഷ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
അത് ക്ഷമയോടെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടായിരിക്കണം. ഇവിടെ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, എല്ലാ തിന്മയും നാം ഉപേക്ഷിക്കണം. വഞ്ചന ഏതൊക്കെയാണെന്ന് ചില തിന്മയുടെ പറയണം. വഞ്ചന, എന്താണ് വഞ്ചന? ഈ വഞ്ചനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ 2 വിധത്തിലുണ്ട് വഞ്ചന. ഒന്ന്, നാം നമ്മോട് തന്നെ, ചിലപ്പോൾ നാം നമ്മെ തന്നെ വഞ്ചിക്കും. മനസാക്ഷിയെ വഞ്ചിക്കുക എന്നൊക്കെ പറയില്ലേ? മനസാക്ഷിയെ വഞ്ചിച്ച് ചെയ്യുക, പ്രവർത്തിക്കുക, പറയുക എന്നൊക്കെ പറയില്ലേ? സ്വയം വഞ്ചിക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പോയാൽ കുഴപ്പമില്ല, സ്വർഗത്തിലെത്താം. ഇങ്ങനെയൊക്കെ പോയാലെന്ന് പറഞ്ഞാൽ രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ട് അല്പം അതും ഇതുമൊക്കെ ചെയ്യാം, പിന്നെ കുറച്ച് വിശ്വാസവും ഭക്തിയും കുർബാനയും പ്രാർത്ഥന കുമ്പസാരം ഒക്കെ ആവാം. അതേസമയം തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും അല്ലെങ്കിൽ പരദൂഷണവും അവരുടെ പേര് ദുഷിപ്പിക്കലും സമ്പത്ത് നശിപ്പിക്കൽ തുടങ്ങി ജീവിതത്തെ ഹനിക്കൽ തുടങ്ങി ഇങ്ങോട്ട് അങ്ങനെ കുറേ തിന്മയുടെ പ്രവൃത്തികൾ. അപ്പോൾ അതും കുറച്ചൊക്കെ ആകാം. അതേസമയം ഭക്തമാർഗ അഭ്യാസങ്ങളൊക്കെ കുറച്ചൊക്കെ ആകാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോകാം, തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകാം, എന്നിട്ട് സ്വർഗത്തിലെത്താം എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, അത് സ്വയം വഞ്ചനയാണ്. നാം തിരിച്ചറിയണം, നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലമാണ് നമുക്ക് കിട്ടുക. ഹൃദയം പരിശോധിക്കുന്നവൻ നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നു. അപ്പോൾ നാം സ്വയം വഞ്ചിതരാകരുത്. സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യണം. അപ്പോൾ സ്വയം വഞ്ചിതരാകരുത്. അങ്ങനെ ഇങ്ങനെയൊന്നും പോയാൽ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കില്ല. നിത്യജീവൻ രക്ഷ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. രക്ഷ സാധിക്കണമെങ്കിൽ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നാം നടക്കണം. അത് സഹനത്തിൻ്റെ വഴിയാണ്, അത് ത്യജിക്കലിൻ്റെ വഴിയാണ്, അത് വിട്ടുകൊടുക്കലിൻ്റെ വഴിയാണ്, അത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും വഴിയാണ്. അപ്പോൾ ഈശോയുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈശോയെ പോലെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കും. പറ്റുമെന്ന അതിന് സാക്ഷ്യമാണല്ലോ ഈശോയുടെ ജീവിതം. ഈശോ തന്നെയും മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നത് എന്തിനാണ്? നമുക്കും സ്വർഗത്തിലെത്താമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനുഷ്യപ്രകൃതം ദൈവം സ്വീകരിച്ചത് ഈ പ്രകൃതത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നമ്മെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബലഹീനമായ ഈ പ്രകൃതത്തെ ദൈവം സ്വന്തമാക്കിയത്, എന്നിട്ട് ആ പ്രകൃതത്തിൽ പ്രലോഭനങ്ങളെ അനുവദിച്ചത്, അതിനെ അതിജീവിക്കാൻ കർത്താവ് കാണിച്ച കരുത്ത്, ധീരത, എങ്ങനെയാണ് നാം ഈ ജീവിതത്തിൽ ഈ പ്രകൃതത്തിൽ നിന്നുകൊണ്ട്, ഈ മനുഷ്യപ്രകൃതിയിൽ നിന്നുകൊണ്ട് സ്വർഗം പ്രാപിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതും ഈ മനുഷ്യപ്രകൃതം സ്വീകരിച്ചതും. അപ്പോൾ ഇത് സാധ്യമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് സാധ്യമാണ്. അപ്പോൾ പിന്നെ എന്താണുള്ളത്? നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക, ആത്മവഞ്ചന ചെയ്യാതിരിക്കുക, സ്വയം വഞ്ചിക്കാതിരിക്കുക. മറ്റൊന്നാണ് ജീവിത അന്തസ്സിലുള്ള ഒരു വഞ്ചന. ഞാൻ എന്നോട് മാത്രം എന്നോട് വിശ്വസ്തത പുലർത്തണം, എന്നെ വഞ്ചിക്കരുത്, ഒപ്പം ജീവിത പങ്കാളിയെ വഞ്ചിക്കരുത്. അതൊക്കെ ഇന്ന് വളരെ സില്ലിയായിട്ട്, വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുക, വഞ്ചിക്കുക. ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, എത്ര നിസ്സാരമായിട്ടാണ് അവൾ അല്ലെങ്കിൽ അവൻ എന്നെ വഞ്ചിച്ചത്, എത്ര നിസ്സാരമായിട്ടാണ്. ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ഞാൻ പെരുമാറിയിട്ടും ജീവിച്ചിട്ടും ചേർന്ന് നിന്നിട്ടും എന്നോട് എത്ര നിസ്സാരമായിട്ടാണ് ഇത്ര വലിയൊരു വഞ്ചന ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു മുഖം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, ഒരു വഞ്ചനയുടെ മുഖം. സുഹൃത്തുക്കളുടെ ഇടയിലും ഇന്നിത് വളരെയധികം കടന്നു വരികയാണ്, ഈ ഒരു വഞ്ചനയുടെ തലം. സൗഹൃദം നടിച്ച് കൂടെ നടന്നിട്ട് വലിയ വഞ്ചനയിലൂടെ തകർത്ത് കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വഞ്ചനയുടെ തലം സൗഹൃദ വലയത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇത് എവിടെയാണ് ഇതില്ലാത്തതെന്ന് നമ്മളിന്ന് കണ്ടുപിടിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, വഞ്ചിക്കരുത്, വഞ്ചന അരുത്.
നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? വഞ്ചിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, സ്വയം വഞ്ചിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. വീണ്ടും വചനം പറയുകയാണ്, കാപട്യമരുത്. കാപട്യം എന്താണ്? കാപട്യം എന്ന് പറയുന്നത് ഈശോ വളരെ കാർക്കശ്യത്തോടെ കണിശമായിട്ട് നിശ്ചിതമായിട്ടൊക്കെ ഈശോ പറഞ്ഞ ഒരു തിരുത്തിയ ഒരു തിരുത്താണ് ഈ കാപട്യത്തെക്കുറിച്ച്. കപടനാട്യക്കാരെ, കർത്താവ് എത്ര ശക്തമായിട്ടാണ് ആ പദം ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം. വചനം വായിക്കുമ്പോൾ ഈശോ ഇത്രയും കാർക്കശ്യത്തോടെ സംസാരിക്കുമോ എന്ന് തോന്നിപ്പോകും. കപടനാട്യക്കാരെ ഈ ദൈവം വെറുക്കുന്നു. കാപട്യം ഉള്ളതുപോലെ അതിൽ ദൈവം സന്തോഷിക്കുന്നു. ഇത്രമാത്രം എത്ര വേണമെന്നൊന്നും നമ്മളോട് പറയുന്നില്ലല്ലോ. 1 താലന്ത് കിട്ടിയവൻ ഒന്നുകൂടെ സമ്പാദിച്ചാൽ മതി. 1 താലന്ത് ലഭിച്ചവൻ 10 താലന്ത് ലഭിച്ചവനെ പോലെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് 1 താലന്തേ നൽകപ്പെട്ടിട്ടുള്ളൂ, നീ അത് ചെയ്താൽ മതി, അതിൻ്റെ അത്രയും കൂടെ ഒന്ന് വർദ്ധിപ്പിച്ചാൽ മതി. ഇല്ലാത്തത് ഉണ്ടാക്കി തീർക്കാനുള്ളൊരു വ്യഗ്രതയൊന്നും ആവശ്യമില്ല. അപ്പോൾ കാപട്യം കാണിക്കുക, ഉള്ളിലൊന്ന് പുറമേ വേറൊന്ന് കാണിക്കുക, ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പെരുമാറുക. കാപട്യം അരുതെന്ന്. കാപട്യം നമ്മെ നിത്യരക്ഷ നേടിത്തരാൻ അതിനെ തടസ്സപ്പെടുത്തുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നാണ് അസൂയ. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അസൂയ എന്താണെന്നുള്ളത്. എന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും, അത് സൗന്ദര്യമാകാം, കഴിവുകളാകാം, സമ്പത്താകാം, ജീവിത പങ്കാളികളെ നോക്കി പോലും അസൂയപ്പെടുന്നവരുണ്ട്. തൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഒരു പടി കൂടെ മെച്ചമാണ് അവരുടെ ജീവിത പങ്കാളി എന്ന ചിന്ത, ഒരു ധാരണ, തെറ്റായ ഒരു ധാരണ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവരുടെ ഒന്നുകിൽ അയൽവക്കക്കാരൻ്റെ അല്ലെങ്കിൽ അയൽവക്കക്കാരിയുടെ ജീവിത പങ്കാളിയെ നോക്കി അസൂയപ്പെടുന്ന ജീവിത പങ്കാളികൾ പോലും ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഉണ്ട് എന്നുള്ളത് ഒരു വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവം ആരെയും ഒരുപോലെ മറ്റൊരാളെപ്പോലെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം നൽകുന്നതൊക്കെ ചേർന്ന ഇണയാണ്. ചേർന്ന ഇണയെ നൽകി അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ചേർന്ന ഇണ ദൈവം തരുന്നത് വേണ്ട എന്ന് വെച്ച് ചിലരൊക്കെ ഇന്ന് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടു നടക്കുന്നവരുണ്ട്. പിന്നെ അവർ കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദൈവം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് മാതാപിതാക്കളിലൂടെ, സുഹൃത്തുക്കളിലൂടെ, അല്ലെങ്കിൽ മുതിർന്നവരിലൂടെ, സാഹചര്യങ്ങളിലൂടെയൊക്കെ പ്രായവും പക്വതയൊക്കെ ആയ കാലത്ത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. അത് നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. അതുപോലെ വേറെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, വേറെ ആര് വന്നാലും അതുപോലെ ഒരു ചേർച്ച ഉണ്ടാവുകയില്ല. എന്നാൽ ദൈവം ചേർത്ത് വെച്ചതിന് മാത്രമേ ചേർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ വെറുതെ ചിന്തിക്കും, അതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ. പക്ഷെ ഒന്നുമല്ല, അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ്. കാരണം ദൈവിക സംവിധാനത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ദൈവം ചേർത്തതാണോ അത് ചേർന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജീവിത അന്തസ്സിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ശരിയല്ല എന്ന് പറയുന്ന, അസൂയപ്പെടുന്ന, അതായിരുന്നെങ്കിൽ ഇതായിരുന്നെങ്കിൽ. ഒരിക്കലും ഒരു സഹോദരി പാട്ടുപാടാൻ വേണ്ടിയിട്ട്, ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്, പള്ളിയിൽ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരവസരം കൊടുത്തു. പള്ളിയിൽ പാട്ടുപാടാൻ തുടങ്ങി, വിശുദ്ധ കുർബാനയ്ക്ക് പാട്ടുപാടാൻ തുടങ്ങി. അങ്ങനെ പാട്ടുപാടുന്നവർ നമുക്കറിയാലോ, പള്ളിയിൽ ഏതാണ്ട് അൾത്താരയുടെ അടുത്ത് ചേർന്നൊക്കെയാണ് നിന്നാണ് പാട്ടുപാടുക. അപ്പോൾ അങ്ങനെ ആ ആൾ പാട്ടുപാടാനൊക്കെ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം പറയാനാണ് ഞാനിത് പറഞ്ഞത്. ആ വ്യക്തി പറയുകയാണ്, ആൾത്താരി പാട്ടുപാടാനായിട്ട് എന്നെ ഈശോ തിരഞ്ഞെടുത്ത് എന്നെ ആൾത്താരോട് ചേർത്ത് നിർത്തിയപ്പം മുതലാണ് എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റം സംഭവിച്ചത്. അതിനാ വ്യക്തി പറയാണ്, ആൾത്താരോട് ചേർന്ന് നിന്നു എന്നതോ, അല്ലെങ്കിൽ എന്നെ പാട്ടുപാടാനായിട്ട് സെലക്ട് ചെയ്തു എന്നുള്ളതോ, പാട്ടുപാടാനൊരു അവസരം തന്നു എന്നതോ, അതൊന്നുമല്ല എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. മറിച്ച് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഞാൻ വന്ന് നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ട നിമിഷം മുതൽ പിന്നെ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണുന്നില്ല. പുറകിൽ ആര് വരുന്നു, ആര് നിൽക്കുന്നു, ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ അവെയറല്ല. എൻ്റെ ഒറ്റ ശ്രദ്ധ അൾത്താരയിൽ നടക്കുന്ന കർമ്മങ്ങൾ, അതിന് പാട്ടുപാടണം, അടുത്ത പാട്ട്, അല്ലെങ്കിൽ അതെത്ര മനോഹരമാക്കാവോ ആ കാര്യത്തിലാണ് ശ്രദ്ധ. അതുവരെയും പുറകിൽ എവിടെയെങ്കിലും വന്ന് കാഴ്ചക്കാരായി കേൾവിക്കാരായി നിന്നിട്ട്
അണിഞ്ഞൊരുങ്ങി വരുന്നവരുടെയൊക്കെ ഡ്രസ്സിലേക്ക് നോക്കി സ്വന്തം ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ കമ്പയർ ചെയ്ത് അയ്യോ അത് നല്ലതാണല്ലോ, ഇത് നല്ലതാണല്ലോ, അത് മോശമായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് നോക്കി എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കതുപോലത്തെ വാങ്ങാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ കുറേ പരാതിപ്പെട്ടു, അസൂയപ്പെട്ടു. ഇങ്ങനെ കുർബാനയുടെ സമയം തീർത്ത് ഇറങ്ങിപ്പോകുന്ന ജീവിതത്തിൽ നിന്ന് അൾത്താരയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ, മറ്റുള്ളതെല്ലാം പിന്നിലാക്കിയിട്ട് ദൈവോന്മുഖമാകാൻ തുടങ്ങിയപ്പോൾ മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിന്നാലും, നമ്മൾ എവിടെ നിർത്തപ്പെട്ടവരാണെങ്കിലും, എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചാൽ, ഈ അസൂയ എന്ന് പറയുന്ന ഈ വലിയ തിന്മയിൽ നിന്ന് നമുക്ക് നിഷ്പ്രയാസം മോചനം പ്രാപിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് നൽകപ്പെട്ടതിൽ സംതൃപ്തമാകുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയുക. അപ്പോൾ ഇല്ലാത്തതിലേക്ക് നോക്കി മറ്റുള്ളവർക്കുള്ളതിലേക്ക് നോക്കിയിട്ട് അസൂയപ്പെടുന്ന ഒരു ശൈലി, അത് അരുത് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നാണ് അപവാദങ്ങൾ. ഇന്ന് എത്രയോ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായതിൻ്റെ പുറകിൽ ഈ അപവാദം എന്ന പദമുണ്ട്. ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ അപവാദം പറഞ്ഞു വരുത്തുന്ന പരദൂഷക അധരം, പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമുക്ക് വലിയൊരു കെണിയായിത്തീരും, ഒരു വലിയ കെണിയായിത്തീരും. ഇവിടെ നമ്മൾ ആരും അറിയാണ്ടും തട്ടിമുട്ടിയൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരിക്കാം ഇവിടെ ഈ ലോകത്ത്. പക്ഷേ ദൈവസന്നിധിയിൽ ഇത് നമുക്ക് വലിയൊരു കെണിയാണ് എന്ന സത്യം നാം വിസ്മരിച്ചു പോകരുതേ. അപവാദങ്ങൾ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട്, എൻ്റെ കാതുകൾ കൊണ്ട് കേട്ട് ഞാൻ ഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്ന് എനിക്ക് വിശ്വാസയോഗ്യമായി ഞാൻ കാണരുത്. ഇനി ഒരുപക്ഷേക്ക് വിശുദ്ധാത്മാക്കളൊക്കെ പറയുക, നമ്മുടെ കണ്ണുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില സമയങ്ങളൊക്കെ കടന്നു വന്നെന്നിരിക്കും. നാം കാണുന്നതിനേക്കാൾ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ടാകാം. നാം കാണുന്നത് സത്യമാണെന്ന് പറയാൻ പോലും നമുക്ക് പറ്റാത്ത ചില യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിച്ചെന്നിരിക്കാം. ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിചാരിക്കുമ്പോഴും അത് യാഥാർത്ഥ്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് തന്നെയും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നതിനെ പോലും ഞാൻ വിശ്വസിക്കാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേണം വിശ്വസിക്കാൻ. അതുപോലും വിശ്വാസയോഗ്യമല്ലാതെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവിടെ കേട്ടു, ഇവിടെ കേട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ എത്രയോ പേരുടെ സൽപ്പേരുകൾ നാം കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ പേരുടെ ജീവൻ നാം കാരണം, നമ്മുടെ അപവാദങ്ങൾ കാരണം ഹനിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഇതൊക്കെ വലിയ കടമുള്ളതല്ലേ. അപ്പോൾ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന അപവാദങ്ങൾ ഉപേക്ഷിക്കുക. ഇവയെല്ലാം നമ്മിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നാണ് വചനം പറയുന്നത്? രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഒരു കൊച്ചു കുഞ്ഞ് പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ രക്ഷ സ്വന്തമാക്കാൻ ഒരു ദാഹം നമുക്കുണ്ടാകണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷയിലേക്ക് വളർന്നു വരാൻ ഒരു ദാഹം നമുക്കുണ്ടായിരിക്കണം. ഈ ദാഹമില്ലാത്തവന് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്നവൻ മാത്രമേ ജലത്തിനായിട്ട് കേഴുകയുള്ളൂ, ജലം തേടുകയുള്ളൂ. ദാഹമില്ലാത്തവൻ്റെ മുമ്പിൽ എന്ത് വിളമ്പിയിട്ട് എന്താ കാര്യം? എത്ര നല്ല ജ്യൂസ് കൊണ്ട് വെച്ചാലും, എത്ര നല്ല കൂൾ ഡ്രിങ്ക്സ് വെച്ചാലും ദാഹമില്ലാത്തവൻ പറയും എനിക്ക് വേണ്ട, എനിക്ക് ദാഹിക്കുന്നില്ലെന്ന് പറയും. അവനെ നിർബന്ധിച്ച് കുടിപ്പിക്കേണ്ടി വരും. പക്ഷെ ദാഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓർത്തു നോക്കിയേ, എന്ത് കഷ്ടപ്പാട് സഹിച്ചും ഒരല്പം ദാഹജലത്തിന് വേണ്ടി അവൻ ഓടി നടക്കും. ദാഹമുള്ളവന് ഇങ്ങനെ ഒരു ദാഹം നിത്യജീവനെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കണം. നിത്യജീവൻ സ്വന്തമാക്കണം. നിത്യജീവനില്ലാത്ത, നിത്യതയിലെത്താൻ കഴിയാത്ത ഒരു ജീവിതം ഈ ലോകത്ത് ജീവിച്ചു തീർത്തിട്ട് എന്താണ് കാര്യമുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കേണ്ട ഒരു മുത്താണ്, ഒരു നിധിയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടത്, ഇത് വളർന്നു വരേണ്ടതാണ്. ഇത് ഒരൊറ്റ നിമിഷം മരണസമയത്ത് സ്വന്തമാക്കാൻ നമ്മൾ പറയും. നല്ല കള്ളനെ പോലെ ചിലരങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാറുണ്ട്.
ഞാൻ നല്ല കള്ളനെ പോലെയാണ്. അവസാന നിമിഷത്തിൽ ഞാൻ ചോദിച്ചു മേടിച്ചോളാം, അവസാന നിമിഷം ഞാൻ അനുദപിച്ചോളാം, എന്നിട്ട് ഞാൻ ഇത് സ്വന്തമാക്കിക്കൊള്ളാം. നല്ല കള്ളനെ പോലെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് വ്യക്തികൾ, വിഡ്ഢികളുണ്ട്. വിഡ്ഢിത്തരമാണത്. ഈ അടുത്ത നാളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഇടവകയുടെ തൊട്ടടുത്ത് ഇടവകയിൽ ഒരു സഹോദരൻ രാവിലെ ഞങ്ങളുടെ ആ ഏരിയയിലൂടെയൊക്കെ നടന്നു പോയി ഓഫീസുകളിലൊക്കെ വന്ന് ചില എഴുത്തുകുത്തുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോയ മനുഷ്യനാണ്. വൈകുന്നേരം ജീവിത പങ്കാളി ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇതാ വീടിൻ്റെ മുറ്റത്ത് പോലും കയറിയിട്ടില്ല. വീടിൻ്റെ അടുത്തുള്ള പിന്നെ വെള്ളം ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പൈപ്പിൻ്റെ അടുത്ത് വീണ് കിടക്കുന്നു. അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. വീടിനകത്ത് കയറാൻ പോലും സാധിച്ചില്ല. നമ്മുടെയൊക്കെ അന്ത്യം എവിടെയാണെന്നും ഏത് നിമിഷമാണെന്നും നമുക്കറിഞ്ഞുകൂടാ. മറ്റൊരു സഹോദരനെ ഞാൻ ഓർക്കുകയാണ്. കടയിൽ പോയതാണ്. പോയിട്ട് അദ്ദേഹം പോയ കാര്യം സാധിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതിന് മുമ്പ് പറ്റുന്നില്ലെന്ന് തോന്നിയിട്ട് അദ്ദേഹം തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് നടന്ന് വീട്ടിലെത്താൻ സാധിച്ചില്ല. വഴിയോരത്ത് അവിടെ വീണു മരിച്ചു. മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വഴിയോരത്ത് വീണ് കിടക്കുന്നത് കണ്ടിട്ടാണ് ആളുകൾ ഓടിക്കൂടിയത്. നോക്കിയേ, നമുക്കൊക്കെ നമ്മുടെ അന്ത്യം എവിടെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എപ്പോഴാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, എവിടെ വെച്ചാണ് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒരുക്കമുള്ളവരാകണം. നിത്യജീവൻ സ്വന്തമാക്കണമെന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ, അതൊരു ദാഹമായിരിക്കണം. രക്ഷയ്ക്ക് വേണ്ടി ഒരു ദാഹം. ഈ ദാഹം നമ്മിലുണ്ടെങ്കിൽ ഈ ദാഹം ഈശോ ശമിപ്പിക്കും. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം പറയുകയാണ്. വെളിപാട് 21 6-ാമത്തെ തിരുവചനം പറയുകയാണ്, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവത്തിന് നന്ദി പറയാം നമുക്ക്. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഈശോ പറയാണ്, രക്ഷ സൗജന്യമാണ്. രക്ഷ നമ്മൾ ആരും നേടിയെടുക്കുന്നതല്ല. രക്ഷയിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കണം. ഈ പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൂ. ഈ രക്ഷ നൽകേണ്ടത് ദൈവമാണ്. രക്ഷ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. എന്നാൽ ഈ രക്ഷ നാം സ്വീകരിക്കണമെങ്കിൽ അതിനുതകുന്ന ജീവിത പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകണം. ഒരാഗ്രഹം നമ്മിൽ നിന്നുണ്ടാകണം. ആഗ്രഹം അനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകണം. ആഗ്രഹം മാത്രം പോലെ സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞു നടക്കുകയും നിത്യജീവൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയും പ്രവൃത്തികളെ തിരുത്തുകയും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ആഗ്രഹത്തോടൊപ്പം പ്രവൃത്തിയും ഉണ്ടാകണം. എങ്കിൽ ഈ പ്രവൃത്തി എന്തുമാത്രം സക്സസ് ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ല. അത് ദൈവമാണ് വിധിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നീ എന്തുമാത്രം വിജയിച്ചു എന്നുള്ളതല്ല, നിൻ്റെ പ്രയത്നഫലം. നീ അധ്വാനിച്ചോ എങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കൃഷി ഇറക്കുന്നവരാണ്. കൃഷി ഇറക്കിയിട്ട് 100 മേനി കൊയ്യാൻ പറ്റിയില്ലേ? നിത്യജീവനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. നീ കൃഷി നന്നായിട്ട് ഇറക്ക്, നന്നായിട്ട് വളം കൊടുക്ക്, നന്നായിട്ട് പരിപാലിക്ക്. എന്നിട്ട് നിനക്ക് ഫലം കിട്ടിയത് ഫലം കൊയ്യാനാകുമ്പോഴേക്കും ഫലത്തിലേക്ക് നോക്കിയിട്ട് ആകുലപ്പെടേണ്ട. അത് കർത്താവാണ് തരിക. നിത്യജീവൻ അത് ദൈവം തരുന്ന ദാനമാണ്. പക്ഷെ നമുക്കൊരു ദാഹം ഉണ്ടാകണം. ഈ ദാഹം ഉള്ളവന് മാത്രമേ ജീവജലം കർത്താവ് കൊടുക്കുകയുള്ളൂ. നിത്യജീവൻ, നിത്യരക്ഷ കർത്താവ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നിത്യജീവൻ വേണം, നിത്യരക്ഷ നേടണം എന്ന ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് നമ്മുടെ പ്രവൃത്തികളെ നാം നിയന്ത്രിക്കണം. നന്മ ചെയ്യുന്നതിൽ മടുപ്പില്ലാത്തവരാകണം. അപ്പോൾ യഥാസമയം നമുക്ക് ഫലം കൊയ്യാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് ഇളം പൈതങ്ങളെപ്പോലെ നമുക്ക് ദാഹിക്കാം. ഇളം പൈതങ്ങൾ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ, ജലത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് ദാഹം ഉണ്ടാകട്ടെ. നമ്മുടെ എടുപ്പും നടപ്പും പ്രവൃത്തികളും വാക്കും എല്ലാം ഈ രക്ഷ സ്വന്തമാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും ഒക്കെ മാധ്യസ്ഥം തേടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവോന്മുഖമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.